ഗുരുവായൂർ നടക്കുന്ന എല്ലാ പൂജകളും, ഗുരുവായൂരിരിക്കുന്ന വിഗ്രഹം, ഗുരുവായൂരിലെ സമ്പ്രദായം, ഇതെല്ലാം മഹാവിഷ്ണുവിനെ കേന്ദ്രീകരിച്ചാണ് നടക്കുന്നത്. അവിടെ ഇരിക്കുന്ന മൂർത്തി എന്ന് പറഞ്ഞാൽ ബാലനാരായണനാണ്. ദേവകിക്കും വസുദേവർക്കും കൃഷ്ണാവതാരം ഉണ്ടാവുന്നതിന് മുമ്പായിട്ട് ആ കാരാഗ്രഹത്തിൽ വെച്ച് ഭഗവാൻ കുട്ടിയായിട്ട് വന്ന് 4 കൈയോടുകൂടി ദർശനം കൊടുത്ത രൂപമാണ് ഗുരുവായൂരുള്ളത്. ബാലനാരായണ മൂർത്തി, അല്ലാതെ അത് ഓടക്കോയിൽ വായിക്കുന്ന കൃഷ്ണനല്ല. ആ പൂജാവിധാനത്തിൽ നടക്കുന്ന ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഗുരുവായൂരപ്പനെ എങ്ങനെയാണ് കൃഷ്ണനായിട്ട് നമുക്ക് കിട്ടിയത്? അത് ആ പൂന്താനെന്ന് വിളിക്കുന്ന ഒറ്റ മനുഷ്യൻ ആ വിഗ്രഹത്തിലേക്ക് നോക്കിയിട്ട് ഉണ്ണി 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 എന്ന് 100 തവണ 1000 തവണ വിളിച്ചതിന്റെ ഫലമാണ് ഉണ്ടായത്. ഭഗവാന് പോലും തോന്നി എന്റെ ഐഡന്റിറ്റി മാറിപ്പോണു. ഭക്തൻ വിചാരിച്ചാൽ സാധിക്കും ഭഗവാന്റെ ഐഡന്റിറ്റി മാറ്റാൻ, ഭക്തി കൊണ്ട് മാത്രം. എത്രയോ കഥകൾ ഗുരുവായൂർ ഭാഗത്തുണ്ട്. പണ്ടായത് ചോദിച്ചു തറേ, ഏതോ ഒരു മഹാത്മാവിനോട് ഗുരുവായൂർ അമ്പലമായിട്ട് വലിയ ബന്ധമുള്ള വലിയ ഭക്തനാണ്